നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവരുടെയും വിഷയം അതാണ്, പണമില്ല എന്നുള്ളത്. അതിനുള്ള മാർഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പറയാനുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രശ്നം. പോക്കറ്റ് കാലിയാവാതിരിക്കാനുള്ള വഴികൾ തേടുകയാണ് എല്ലാവരും. അതിനുള്ള ഒരു മാർഗമുണ്ട്. മഹാനായ ഇമാമുന യാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നല്ല ഒരു മാർഗം, മുജറബായ ഒരു മാർഗം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യാഫിഈ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബ്ഹി ബാങ്കിനു ശേഷം, സമ്പത്തിൽ വർക്കത്ത് ഉണ്ടാവാനാണ് കേട്ടോ, അപ്പൊ ഞങ്ങളിത് മറക്കണ്ട. സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം, സുബ്ഹി നിസ്കാരത്തിന്റെ മുൻപ്, അപ്പൊ സുബ്ഹി ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഇടയിൽ രണ്ട് കൈ അള്ളാഹുവിലേക്ക് ഉയർത്തി ദുആ ചെയ്യാം. പക്ഷെ ദുആ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദ് കേട്ടിട്ടില്ല? സൂറത്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലു ബിഹാദൽ ബലദ് വ വാലിദിൻ വമാ വലദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബലദ് കേട്ടിട്ടുണ്ടല്ലോ. വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്ത് ഒരു തവണ ചൊല്ലുക, ഒരു തവണ ഓതുക, പാരായണം ചെയ്യുക. സിമ്പിൾ, വളരെ സിമ്പിളായി എല്ലാവർക്കും ഓതാൻ കഴിയും. മനപ്പാടമുള്ളവർക്കൊക്കെ ഒന്നും ആലോചിക്കേണ്ട, വളരെ കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് ഓതി തീർക്കാൻ, ഒരു മിനിറ്റ് മതിയൊക്കെ ഓതി തീർക്കാൻ. എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി റബ്ബിനോട് പറയാം, റബ്ബേ സാമ്പത്തിക ഭദ്രത, പോക്കറ്റ് കാലിയാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. വെറുതെ അനാവശ്യമായിട്ട് കിട്ടിയ പണം അങ്ങനെ ചെലവാവാതിരിക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കാൻ നോക്കണം. യാഫിഈ തങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹു സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.